ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു. അങ്ങ് അമ്മാത്ത് എത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുകയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ. നിലവിൽ അർജന്റീന ടീമിനെയും മെസ്സിയെയും സ്വീകരിക്കാൻ മുഖം മിനുക്കിയ സ്റ്റേഡിയം ഇപ്പോൾ ജോലികൾ പൂർത്തിയാകാതെ കിടക്കുകയാണ്. കലൂർ സ്റ്റേഡിയം നവീകരിച്ച് ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തി കൈമാറുമെന്ന സ്പോൺസറുടെ അവകാശവാദം അങ്ങനെ അപ്പാടെ പാളിയിരിക്കുകയാണ്. ജോലികൾ പൂർത്തിയായിട്ടില്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇങ്ങനെ ആയിരുന്നോ കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത്? ഒരു കാട് മൂടി പറിച്ചൊരു പേതാലയം പോടുന്ന കിടന്ന സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ, ഇത്രയും വൃത്തിയായില്ലേ? ഞാനതാ പറയുന്നത്. നവംബർ മാസം 30-ാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ. കൊച്ചി സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂവ്ഡ് കൂടി ഉണ്ടാവും. അതെൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. അർജന്റീനയുടെ കേരളത്തിലെ മത്സരവുമായി ബന്ധപ്പെട്ട് വലിയ അവകാശവാദങ്ങളാണ് സ്പോൺസർ ഉന്നയിച്ചത്. മത്സരം മാറിയപ്പോഴും അദ്ദേഹം അത് തുടർന്നു. എന്നാൽ ഇതെല്ലാം വെറും വാക്കായിരുന്നു എന്നതാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം വ്യക്തമാകുന്നത്. സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നായിരുന്നു സ്പോൺസറുടെ പ്രധാന അവകാശവാദം. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം GCDAയിൽ നിന്ന് ലഭിച്ച മറുപടി പരിശോധന നടന്നിട്ടില്ല എന്ന്. മാത്രമല്ല, ഫിഫ അംഗീകാരത്തിനായുള്ള ഒരു നടപടിയോ പരിശോധനയോ GCDAയുടെ അറിവോടെ നടന്നിട്ടില്ലെന്നും വിവരാവകാശത്തിലുണ്ട്. സ്റ്റേഡിയത്തിന്റെ നവീകരണം ഒട്ടും സുതാര്യമല്ലെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. സ്പോൺസർ ചെലവാക്കിയ തുക എത്രയെന്ന് ഇതുവരെ കണക്കാക്കിയിട്ടില്ല. ചെലവഴിച്ച തുകയുടെ രേഖകൾ ഒന്നും തന്നെ സ്പോൺസർ GCDAയ്ക്ക് കൈമാറിയിട്ടുമില്ല. നവംബർ 30-ന് ജോലികൾ തീർത്ത് സ്റ്റേഡിയം കൈമാറുമെന്നായിരുന്നു അന്ന് സ്പോൺസർ പറഞ്ഞത്. പക്ഷേ ജനുവരി 19-ന് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം ജോലികൾ പൂർത്തിയായിട്ടില്ല എന്ന് GCDA. അതിലൊരു അവ്യക്തതയ്ക്ക് കാരണമില്ല. ഏതെങ്കിലും ജോലികൾ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് സ്പോൺസർ ചെയ്യുക എന്നുള്ള നിലയ്ക്കല്ല, അത് GCDA ചെയ്യും. കളി കൊണ്ടുവരുന്നതും നടത്തുന്നതും GCDAയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല. വരുന്ന കളിക്ക് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. മതിൽ നിർമ്മാണത്തിനിടെ സ്റ്റേ വന്നതിനാൽ മുടങ്ങിയ ജോലികളായിരിക്കാം പൂർത്തിയായിട്ടില്ലെന്ന് GCDA ഉദ്ദേശിച്ചതെന്നാണ് സ്പോൺസർ പറയുന്നത്. ഫിഫ മത്സരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഫിഫ മാനദണ്ഡം പൂർത്തീകരിച്ചതിന് അനുമതിയായെന്ന് കരുതുന്നു എന്നും സ്പോൺസർ പറഞ്ഞു. എന്നാൽ ഫിഫ അനുമതിക്ക് വേണ്ട നടപടികളുമായി ആരും സമീപിച്ചിട്ടില്ലെന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധികൃതർ പ്രതികരിച്ചത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം ഈ മാർച്ചിലും അർജന്റീനയോ മെസ്സിയോ കേരളത്തിലേക്ക് എത്തില്ല. സ്റ്റേഡിയത്തിലെ ജോലികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്നുള്ളതാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ബന്ധപ്പെട്ടവർ ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.